കോൺഗ്രസ് രാഷ്ട്രീയത്തിനാകെ ശശി തരൂരിൻ്റെ കൈവിട്ട് താമര പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണോ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നു. കാരണം ശശി തരൂർ ഉറച്ചു പറയുന്നുണ്ട് താൻ BJP-യിലേക്ക് പോകില്ല. പക്ഷേ ശശി തരൂരിൻ്റെ നിലപാടുകളെ, ശശി തരൂർ പറയുന്നതിനെ, ശശി തരൂർ എഴുതുന്നതിനെയൊക്കെ ആലോചിച്ച തല പുണ്ണാക്കേണ്ട അവസ്ഥ നിലവിലില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വെക്കുമ്പോഴും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയരുന്നുണ്ട്. മോദി സ്തുതികളിൽ, ശശി തരൂരിൻ്റെ നിലപാടുകളിൽ. കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, ചിറക് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറക്കാം, ആകാശത്തിന് അതിർത്തികളില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ആ ട്വീറ്റിലൂടെ ശശി തരൂർ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ നിലപാട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ്? വിനീഷ, തീർച്ചയായും ശശി തരൂരിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് വളരെയധികം പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും പാടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ ഒരു നേർക്കാഴ്ചയാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഈ ശശി തരൂർ വിഷയമായി ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ശശി തരൂരിനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന നടപടി തുടരുന്നു. ലേഖനങ്ങൾ, അത് മാത്രമല്ല അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നു. ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അത് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇത്തരം ഈ മോദി സ്തുതി ആവർത്തിക്കുമ്പോഴും ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ, അദ്ദേഹം ഒരു MP മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ഏറ്റവും വലിയ ബോഡിയുടെ ഒരു അംഗം കൂടിയാണ് ശശി തരൂർ. ഈ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നാണ് കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഈ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ മോദി സ്തുതി ആവർത്തിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇന്നലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഇങ്ങനെയാണ്: ഈ ഇംഗ്ലീഷ് നന്നായിട്ട് ശശി തരൂരിന് അറിയാം, അതുകൊണ്ട് അദ്ദേഹം നിരവധി കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അത് ഓർത്ത് ഞാൻ തല ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടല്ല അദ്ദേഹം എഴുതുന്നത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ്. മാത്രമല്ല, ചിലർക്ക് കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിന് രാജ്യവും രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ സുരക്ഷയുമൊക്കെയാണ് പ്രധാനം. പക്ഷേ ചില ആളുകൾക്ക് മോദിയാണ് ആദ്യം, രണ്ടാമതാണ് രാഷ്ട്രം. അങ്ങനെയല്ല കോൺഗ്രസ് എന്ന രീതിയിൽ അദ്ദേഹം പൂർണ്ണമായും ശശി തരൂരിനെ തള്ളുന്നു. പക്ഷേ ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ആരെയാണ് പേടി? തരൂരിന് അല്ലെങ്കിൽ പ്രവർത്തക സമിതിയിൽ 100ഓളം ആളുകളുണ്ട്, അതിൽ 30ഓളം പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്, 34ഓളം സ്ഥിരം ക്ഷണിതാക്കളുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. അവർക്കെല്ലാം തന്നെയും പല പല അഭിപ്രായം ഉണ്ടാവാം. അതെല്ലാം തന്നെയും പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. പക്ഷേ കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് വന്ന KC വേണുഗോപാലായാലും അതേ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. KC വേണുഗോപാൽ മറ്റൊന്ന് പറഞ്ഞു വയ്ക്കുന്നത്, താൻ വിജയിച്ചത് ആലപ്പുഴയിൽ നിന്നാണ്. പക്ഷേ ആലപ്പുഴ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരോടും തനിക്കൊരു കടമയുണ്ട്, ആ കടമ ആരും മറക്കരുതെന്ന് ശശി തരൂരിനൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷേ തരൂരിനെതിരെ നടപടിയുണ്ടോ എന്ന ചോദ്യത്തിന് അത് ഇവിടെ പ്രസക്തിയുള്ള ചോദ്യമല്ല എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ശശി തരൂരിനെതിരെ നടപടിയിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പക്ഷേ തരൂരാകട്ടെ ഈ ഒരു വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും ഒരു ട്വീറ്റ് കൂടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തു. അത് ഇത്തരത്തിൽ ആയിരുന്നു, അതായത് തനിക്ക് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട, കൈകൾ അല്ലെങ്കിൽ ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ മറുപടി മണിക്കൂറുകൾക്കകം തന്നെ, ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ തരൂർ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. തൻ്റെ ചിറകുകൾ അല്ലെങ്കിൽ തന്നെ കൂട്ടിലടയ്ക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു പക്ഷിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മറുപടി കോൺഗ്രസിന് പരോക്ഷമായി നൽകിയത്. സ്വാഭാവികമായും എന്നിട്ടും തരൂരിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, തരൂർ അല്പം പോലും മയപ്പെടുന്നൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തൻ്റെ വാക്കുകൾ BJP-യിലേക്കാണ് താൻ പോകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടി തരൂർ രാവിലെ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ശശി തരൂർ വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ചില ഗൂഢ നീക്കങ്ങൾ നടത്തുന്നൊരു വ്യാഖ്യാനമാണ് ശശി തരൂർ നടത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും മോദി സ്തുതി വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി തരൂരിൻ്റെ ഭാഗത്തുണ്ടാകുകയും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് ആകട്ടെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ, തള്ളാനും കൊള്ളാനും കഴിയാത്ത രീതിയിൽ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും മാറിയിരിക്കുകയാണ്. വിനീഷ, ശരി. CB ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഡോണ്ട് ആസ്ക് ടു പെർമിഷൻ ടു ഫ്ലൈ എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. പറക്കാൻ ആരുടെയും അനുവാദമില്ല, ചിറകുകൾ നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് പറക്കാമെന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്.